51, 52, 53. കണക്കങ്ങോട്ട് ശരിയാകുന്നില്ല. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഇപ്പോൾ മൊത്തം എത്രയായി? 2025 മൊത്തവും എത്ര പേരായി ഇപ്പം നമ്മുടെ രാജ്യത്തിനെ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തവർ? ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ട രോഹിത്തും സാന്ദ്രയും, അവർ UP സ്വദേശികളാണ്, കർണാടകയിലെ കപ്പൽ ജീവനക്കാരാണ്. അവർ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ ചാരക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നാണെങ്കിൽ പിന്നെ 4 മദ്രസ വിദ്യാർത്ഥികളാണ്. മദ്രസ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഇത്തവണ പൊതുപരീക്ഷ എഴുതാനുള്ള ആളുകളാണ്. പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധ കടത്ത് ISI ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിൽ. അന്താരാഷ്ട്ര സംഘമാണ്. ഒന്നാമത്തെ അബ്ദുൽ അജയ്, അബ്ദുൽ മന്ദീബ്, അബ്ദുൽ ദൽവീന്ദർ, അബ്ദുൽ രോഹൻ എന്നിവരാണ് പിടിയിലായത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പേരിൻ്റെയൊക്കെ ഒപ്പം അബ്ദുൽ എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അങ്ങനെ നമുക്കങ്ങനെ ഒരു പാരമ്പര്യമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ അവരുടെ ഊർജവും അവരുടെ ശേഷിയുമെല്ലാം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധമായപ്പം അതിനൊന്നും പോയി നിങ്ങളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കണം, നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞത് സവർക്കറാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആ ബ്ലഡ് തൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ രഹസ്യം പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്താൽ എന്തിനാ? കാരണം രാജ്യസ്നേഹം എന്നുള്ളത് വാക്കിലും അല്ലെങ്കിൽ പ്രകടനപരതയിലും മാത്രമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തൊണ്ടക്കൊഴിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. അവർക്ക് രാജ്യം എന്ത് ദേശീയ ബോധം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളതിനും അധികാര കസേരയിൽ ഏറുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തോട് എന്ത് കൂറാവുള്ളത്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കി, എത്രാമത്തെ ആളാണ് നിങ്ങൾ ഈ കാണുന്നില്ല? ഇത് എത്രാമത്തെ ആളാണ്? ഇപ്പോൾ 2025 മൊത്തം ഞാൻ എണ്ണിയ കണക്കനുസരിച്ച് ഇന്നലെ രോഹിത്തിനെയും സാന്ദ്രനെയും പിടിച്ച കണക്കനുസരിച്ച് 50 വരെ. ഇപ്പോൾ 4 പേര്. ഇതിലൊന്നും ഒരു അബ്ദുൽ ഖാദറും മമ്മൂഞ്ഞും മുഹമ്മദ് കുട്ടിയൊന്നും ഇല്ല. ഈ പിടിക്കുന്ന കംപ്ലീറ്റും ഇവൻ്റെയൊക്കെ പേര് വെച്ചിട്ട്, ഇവൻ്റെയൊക്കെ മതം വെച്ചിട്ട് അവരെയൊക്കെ നമുക്ക് മറ്റേ ആ പ്രഷറുകാരായിട്ട് നിങ്ങളാർക്കും പരിചയമുണ്ടെങ്കിൽ പ്രഷറുകാരായിട്ടൊക്കെ ഈ വിഷയത്തിലൊന്ന് വീഡിയോ പറയണേ. അവനെന്നെ താടിയും വരുന്നത് ഒപ്പിച്ച് സൂടാപ്പി എന്നൊക്കെ വിളിച്ച് അവൻ കുഴഞ്ഞ് അവൻ്റെ മറ്റേ നരമ്പെല്ലാം വലിഞ്ഞ് മുറുകിപ്പോയി. ഇനി അവൻ്റെയൊക്കെ പറ ഇതുപോലുള്ള 1-2 വീഡിയോ കൂടെ ചെയ്യാൻ പറ, അവനെ ഒന്ന് കുലുങ്ങുവാന്ന് നോക്കട്ടെ. നോക്ക് ഇപ്പോൾ കണ്ട അജയ്, മന്ദീപ്, ദൽവീന്ദർ, രോഹൻ. അന്താരാഷ്ട്ര സംഘത്തിനെയാണ് ഈ പിടിച്ചിരിക്കുന്നത്. ഈ 4 ഏതെങ്കിലും ഒന്ന് ഇസ്ലാം മതത്തിൽ പെട്ടവനായിരുന്നു എങ്കിൽ ഈ ബാക്കിയുള്ള 3 സഹോദര സമുദായത്തിൽപ്പെട്ടവർ മുഴുവനും അവരെ ഈ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയത് ആ ഒരൊറ്റ മുസൽമാനാണെന്ന് പറഞ്ഞു പിടിപ്പിക്കും. അതിന് പോലും ഇവിടെ സാധ്യത വന്നിട്ടില്ല. 4 പേര് മുസ്ലിമീങ്ങളല്ല. ഇനി എനിക്ക് മറ്റേ ചേട്ടനെ ഒന്ന് കൊണ്ടുവരട്ടെ. ആ ചേട്ടൻ പറയുന്ന ആ ചേട്ടന് പേടിയുണ്ട്. ആ ചേട്ടൻ്റെ പേടിയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കട്ടെ. ആ ചേട്ടൻ വരട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന്. ഉണ്ട് മോളെ, തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല, ഇതുപോലെ